ഹാപ്പി ട്യൂസ്ഡേ. എല്ലാവർക്കും നല്ലൊരു ചൊവ്വാഴ്ച നേരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നും പതിവ് പോലെ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോകണം. മുഖക്കുരുവിന് വല്ല കുറവുണ്ടോ, മുടിയുടെ നീളത്തിന് വല്ല കൂടുതലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു. കണ്ടോ എൻ്റെ മണി പ്ലാന്റുകൾ? രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഇരിപ്പിടം കണ്ടോ കിടക്കുന്നേ? ഇന്ന് പതിവിലും അധികം പ്രകാശം കാണുന്നുണ്ടല്ലേ, സൂര്യപ്രകാശം. സൂര്യന് സ്ഥലം മാറിയത് വല്ലതും ആണോ? ഇതൊക്കെ ചിന്തിച്ച് നമ്മളെന്തിനാ സമയം കളയുന്നേ? ചായ ഉണ്ടാക്കാം. ഇതേ കണ്ടോ, എന്നും ഉണ്ടാക്കുന്ന പോലെ തൈരുണ്ടാക്കി വെച്ചേക്കുന്നേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചായക്കുള്ള പാലിൽ നിന്ന് കുറച്ച് പാല് മാറ്റി കുറച്ച് തൈര് ചേർത്ത് ഒരു പാത്രത്തിൽ വെക്കാമെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനുള്ള തൈര് കിട്ടും. ഇതേ കണ്ടോ, നല്ല കുറുകുറായിരിക്കുന്ന തൈര്. സൂപ്പറാ. ചൂട് ചോറിൻ്റെ കൂടെയും പഴങ്കഞ്ഞി കുടിക്കാനും ഒക്കെ സൂപ്പറാ, സെറ്റാ. നമ്മുടെ കടുപ്പത്തിൽ മധുരം കൂട്ടിയ ചായ തിളച്ചു. ചായ കുടിച്ചിട്ട് നമുക്ക് ക്ലാസ്സിന് പോകണ്ടേ? ഇൻസ്റ്റഗ്രാമിലെ ക്യാമറ ഓപ്പണാക്കി ഫിൽറ്റർ തകർത്ത് വെച്ച് 4 സെൽഫി എടുക്കാൻ. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഈ പോസ്റ്റൊക്കെ തന്നെ ഉണ്ട് ഗെയ്സ്. ഇങ്ങനെ ഇരിക്കാല്ലേ? സെൽഫി എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇത് കണ്ടോ, പിരികൊക്കെ വളർന്ന് കാട് പോലിരിക്കുന്നു. എന്നാൽ പിന്നെ അതുകൂടെ എടുത്തേക്കാം അല്ലേ? ബയോ 2 രൂപയുടെ ബ്ലേഡ് വെച്ച് ഐബ്രോ നല്ല സൂപ്പർ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇതേ കണ്ടോ. ദേ കണ്ടില്ലേ, പരിപാടി കഴിഞ്ഞു. ഞാൻ ഓടിപ്പോയെന്ന് കുളിച്ചേ. ഇനിയിപ്പം നമുക്ക് സമയമില്ല, പെട്ടെന്ന് റെഡിയായി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണ്ടേ. വേഗം വേഗം വാ ഗൈസ്, നമുക്ക് ഓടിപ്പോകാം. ഈ തലമുടി എന്താ നീളം വെക്കാത്തേ? ഷെട്ടാ. അങ്ങനെ നമ്മൾ തലമുടിയൊക്കെ കെട്ടി ഒരുങ്ങി ശുണ്ട്രിയായി ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം വാച്ചൊക്കെ കൈ കെട്ടി പോകാം. അതേ കണ്ടോ എൻ്റെ വാച്ചൊക്കെ കെട്ടി സുന്ദരിയായപ്പോൾ എന്തോ ഒരു കുറവ് പോലെ. എന്താ അത്? കുറി മസ്റ്റ് ദിഗിലേ, മഞ്ഞപ്പൊടി കുറി. ഇപ്പം മുഖത്തെ ചൈതന്യം നിങ്ങൾ കണ്ടോ ഗൈസ്? കണ്ടോ? സൂപ്പറല്ലേ? വാച്ചൊക്കെ കെട്ടി പോവാട്ടോ. എൻ്റെ ഫ്രണ്ട് അങ്ങ് പോയി ഗൈസ് എന്നെ വിട്ടിട്ട്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ഷെഡ് വരെ ഒറ്റയ്ക്ക് പോകണം. Walking in the moonlight, I'm thinking of you. Listening to the raindrop, I'm thinking of you. അങ്ങനെ ഞാൻ ഇതുവരെ തിങ്ക് ചെയ്ത ആൾ ദേ വരുന്നു. എൻ്റെ കൂടെ ഡ്രൈവിങ് പഠിക്കുന്നവള എന്നെ അനുഗ്രഹിക്കുക, പോയി വിജയിച്ച് വന്നാലും. അപ്പോൾ ഇതാണ് നമ്മുടെ 13 കണറപ്പാലം അറ്റ് തെന്മല. നല്ല വൃത്തിക്ക് വൈകുന്നേരം വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഗൈസ്. ഓൾറെഡി ഞങ്ങളിന്ന് ക്ലാസ്സിന് നല്ല ലേറ്റാണ്. അതിൻ്റെ കൂടെ ബ്ലോക്കും കൂടെ. എന്താണെന്ന് നോക്കിയപ്പോഴല്ലേ ദേ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, ഒരു ലോറി ആക്സിഡൻ്റായി മറിഞ്ഞ് കിടക്കുന്നത്. അതിനെ പൊക്കിയെടുക്കാൻ ഹിറ്റാച്ചിയൊക്കെ വന്ന് കിടക്കുക. ഇതേ കണ്ടോ. ഇനി നമുക്കല്പം തെന്മലയിലെ ബ്യൂട്ടി കാണാം ഗൈസ്. ഇതേ കണ്ടോ നമ്മുടെ തെന്മല. ഇത് നോക്കിയേ. തെന്മലയിലെ മറ്റൊരു ഭാഗമാണേത്. തെന്മലയിൽ നിന്ന് പുനലൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 റൂട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും. അതിലൊരു റൂട്ടാണിത് ഈ കാണുന്നത്. 2ഉം 4ഉം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി അണ്ടം വിശപ്പ്. എന്നാൽ പിന്നെ ഒരു മുട്ട പപ്സും ഒരു ചായയും കൂടെ കാച്ചിയേക്കാന്ന് കരുതി.
ആഹാ നല്ല രുചി നല്ല രുചി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തലകുലുക്കി ഡാൻസും കളിച്ചിട്ട് കഴിക്കുന്നത്. പപ്സിൻ്റെ ടേസ്റ്റ് കാരണം ഇപ്പോൾ കണ്ടോണ്ടേ ഡാൻസ് വരുന്നത് കണ്ടോ, ചിൽ 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 ചിൽ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നുപോയത്. നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലോ ആരെങ്കിലും ഉണ്ടോ ഈ ഷവർമയും മുട്ട പപ്സും ഒക്കെ ഈ ചോറും കറികളും കൂട്ടിക്കുഴച്ച് വാരി തിന്നുന്ന പോലെ തിന്നുന്ന ആളുകൾ? ഷവർമ കിട്ടിയാലും ഞാനിങ്ങനെയൊക്കെ കേട്ടോ, അത് അടിച്ചു വെച്ച് സാവധാനം ചോറും കറികളും കൂട്ടിക്കുഴച്ച് കഴിച്ചടിക്കുക എന്ന് പറയില്ലേ, ഏകദേശം അതേ രീതിയിലുള്ള കഴിപ്പൊക്കെയാണ്. ഇതിനൊക്കെ ഒരു രീതി ഇല്ലേ? ഇല്ലേ? ഇതാണ് നമ്മുടെ തെമ്മലയിലെ പച്ചക്കറിക്കട, കണ്ടോ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം കണ്ണറപ്പാലം നന്നായിട്ട് കാണിച്ചു തരാമെന്ന്. ഇതാണ് നമ്മുടെ 13 കണ്ണറപ്പാലം. ഇതിൻ്റെ അടിവശം മൊത്തവും തേനീച്ച കൂടാണ് ഗെയ്സ്. എപ്പോഴും ഇവിടെ ഫോട്ടോഷൂട്ടിന് ആൾക്കാർ കാണും. ഫോട്ടോസും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും സെൽഫിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാമറയും കിടുതാപ്പുമായിട്ട് ഫുൾ ടൈം ഈ പാലത്തിൻ്റെ താഴെ ആളുകൾ കാണും. എന്നും അങ്ങനെ തന്നെ. ഇതാണ് നമ്മുടെ നാട്ടിൽ ജെറ്റ് പോകുന്ന പോലെ പോകുന്ന ഓട്ടോറിക്ഷ. സ്പീഡ് കണ്ടോ, ഹൈ സ്പീഡാ. നിങ്ങളെന്താ വിചാരിച്ചേ? ഇതാട്ടോ എൻ്റെ നാട്, എൻ്റെ സ്വന്തം നാട്. ഇവിടെയാണ് എൻ്റെ വീട്. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല പ്രദേശമല്ലേ? ഇവിടുത്തെ വെള്ളച്ചാട്ടം അല്ല, വെള്ളമാണ് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചത്. ഇതേ പൂമ്പാറ്റ. ഹൈ, നല്ല രസമല്ലേ? ഇതുവഴിയാണ് എൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നത്. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് പോയിക്കോട്ടെ. ആശാട്ടി മാറി തന്ന കേട്ടോ, പോകാൻ വഴി മാറി തന്ന കണ്ടോ. വീട്ടിലെത്തി ഒരു ജഗ് വെള്ളം അകത്താക്കി. ചൂടത്ത് വെന്ത ക്ഷീണം മാറട്ടെ. ഹാവൂ, അയ്യോ വെയിൽ കൊണ്ട് ചത്തേ 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 ചത്തേ. ഇന്ന് വലിയ രീതിയിൽ ടാനൊന്നും അടിച്ചിട്ടില്ല, അതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. നമുക്ക് മുഖാർക്കൂന്തൽ വരി കെട്ടി വെക്കാം ഗൈസ്. അടുക്കള ജോലിക്ക് കയറാം നമുക്ക്. ബയോ. ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ ഗൈസ്. ഇതാണ് എൻ്റെ വീടിൻ്റെ പുറകിലുള്ള, അയ്യോ ദേ ഒരുത്തൻ തേക്കിൻ്റെ ഫോറസ്റ്റ് കാണിക്കാൻ വന്നാൽ ഞാൻ നിങ്ങൾക്ക്. ഇവന്മാരിവിടെ നിൽപ്പുണ്ടായിരുന്നോ? കണ്ടോ, ഇതൊക്കെ ഇവന്മാരുടെ കയ്യിലിരിപ്പാ. കണ്ടോ? ഇതാണ് നേരത്തെ ഞാൻ കാണിക്കാൻ വന്ന നമ്മുടെ തേക്കിൻ്റെ ഫോറസ്റ്റ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളി തേക്കിൻ്റെ ഫോറസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് അവന്മാർ സ്നേഹത്തോടെ പറിച്ച് താഴെ ഇട്ടതല്ലേ. ഇതെന്ത് ചെയ്തെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമുക്ക് കുറച്ച് തണുത്ത പഴങ്കഞ്ഞി കാച്ചിയാലോ? നല്ല കട്ട തൈരും ചുമന്നുള്ളിയൊക്കെ ഇട്ട് പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? സെറ്റാട്ടോ. വെയിൽ കൊണ്ട് തളർന്ന് വന്നല്ലേ. തണുക്കട്ടെ തണുക്കട്ടെ, വയറൊക്കെ നന്നായിട്ട് തണുക്കട്ടെ. നമ്മുടെ പ്ലാറ്റിക്കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഫൈറ്റർമാർ കടിച്ചു കൊല്ലുമെന്നൊക്കെ ഞാൻ കരുതിയേ. കുഴപ്പമൊന്നുമില്ല, നല്ല ഒത്തൊരുമേലൊക്കെ പോകുന്നുണ്ട്. വൈകിട്ടത്തെ കടുപ്പത്തിൽ മധുരം കൂട്ടി ചായ തയ്യാർ. നമുക്ക് കുടിച്ചാലോ? അങ്ങാടിക്കടയിൽ മസാലക്കൂട്ട് വാങ്ങിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ അത് വറുത്ത് പൊടിച്ച പൗഡറാണ് ഇത്. ഇവിടെ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഇതാ ചേർക്കുന്നത്. ഇറച്ചി മസാലകൾ പാക്കറ്റായിട്ട് വാങ്ങുന്ന ഒന്നും ചേർക്കാറില്ല. അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലാണ് കേട്ടോ ഇതൊക്കെ സൂക്ഷിക്കുന്നത്. കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇങ്ങനെ ഓരോ കുപ്പികളിലാക്കി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. സ്റ്റേഷനറി ഷോപ്പ് പോലും ഉണ്ടോ ഗെയ്സ്? എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകമാണ് കേട്ടോ ഇത്. ഇതേ ഇരിക്കുന്നുണ്ട് മുളക് പൊടി, ചെറുപയർ, അതിൻ്റെ കൂടെ അച്ചാറും ഉഴുന്നും. ദൈവമേ ഇതെന്താ? നമ്മുടെ വറ്റൽ മുളകില്ലേ, കടുക് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. അവസാനത്തെ മുളക് വരെ പൂപ്പലടിക്കാതിരുന്നോളൂ.
ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാട്ടോ. ആ കപ്പിലാണ് ഞാൻ ചായ കുടിക്കുന്നതേ. ഊഞ്ഞാലിരുന്ന് ആടി അടി ചായ കുടിക്കാൻ എന്താ രസമെന്നറിയോ. ലവന്മാർ സ്നേഹത്തോടെ തന്ന കരിക്കിൻ്റെ അകത്ത് വെള്ളമുണ്ട് ഗൈസ്. മധുരമുള്ള കരിക്കായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്താലോ, തുണി മടക്കം. തുണി കഴുകൽ പിന്നെയും ഇഷ്ടമാണെന്ന് പറയാം. ഈ തുണി മടക്കുന്നത് എൻ്റെ പൊന്നേ, കണ്ടോ, 2 ആഴ്ചത്തെ തുണിയാണ്. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ഇരിക്കും, ഉണക്കിയ തുണിയൊക്കെ മടക്കി അലമാരയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. വേഗം വേഗം മടക്കം ഗെയ്സ് നമുക്ക് എല്ലാ തുണികളും. ഇത്തിരി മെനക്കെട്ട പരിപാടിയല്ലേ. തുണി കഴുകുന്ന മെഷീൻ ഇല്ലെങ്കിലും തുണി മടക്കുന്ന മെഷീൻ വേണം എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗൈസ്. അയ്യോ അമ്മേ, കഴിഞ്ഞ്. ഇതെന്താടാ ഇത്, തുണിക്കടയോ? നോക്കിയേ, ഞാൻ കഷ്ടപ്പെട്ടു ഇത്രയും തുണി മടക്കിയോ. എന്ത് സമാധാനം. ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു. തുണി മടക്കി ക്ഷീണം മാറാൻ ഊഞ്ഞാലി കയറിയെന്ന് 2 ആട്ടം അങ്ങാടി. അല്ല പിന്നെ, നമ്മൾ ഇന്നലെ വാങ്ങിയ പപ്പായയാണേ ഇത്. ഇത് കട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ബൗളിലോ ബോക്സിലോ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ മാങ്ങയും. ദേ നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് റെഡി മക്കളെ. പപ്പായ, റെഡ് ലേഡി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ദേ നമ്മുടെ നീലം മാങ്ങ. ഫുഡ് കുറച്ചും ഫ്രൂട്ട്സ് കൂടുതലും, അതാണ് എൻ്റെ ഒരു രീതി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കാൻ. നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് കുട്ടന്മാരെ ദേ ഈ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഒരു 2 ദിവസത്തേക്ക് കാണുമായിരിക്കും. രാത്രി ഇടയ്ക്കിടയ്ക്ക് വിശന്നില്ലെങ്കിൽ അപ്പോൾ പിന്നെ ചമ്മന്തിയും കട്ടത്തേരും ചിക്കൻ ഫ്രൈയും ചേർത്ത് മാക്കുന്നൊരടിയും കൂടെ. ഓക്കെ, സെറ്റ്.